നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഒരു മരത്തിന് ഒരേ സമയം രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വളരാൻ സാധിക്കും. അല്ലെങ്കിൽ അതിനങ്ങനെ വളർന്നേ പറ്റും. എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു മരം മുകളിലേക്കും താഴേക്കും ഒരേ സമയം വളരുന്നു. അതിനും ഒരു പ്രത്യേകതയുണ്ട്. ഒരു മരം മുകളിലേക്ക് എങ്ങനെയാണോ വളരുന്നത് അതുപോലെ തന്നെയാണ് അത് താഴേക്കും വളരുന്നത്. അതായത് ഒരു മരത്തിൻ്റെ മുകൾ ഭാഗത്ത് എത്ര ചില്ലകൾ കാണുമോ അത്രയും തന്നെ വേരുകളും അതിനുണ്ടാവും. അതായത് മുകളിലേക്ക് വളരുന്ന മരത്തിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റ് പോലെയാണ് അതിൻ്റെ വേരുകൾ. ഇത് തന്നെയാണ് ഒരു മരത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയും. ഇത് ഒരേ സമയം ഗ്രാവിറ്റോപ്പിക്കും ഫോട്ടോട്രോപ്പിക്കുമായിട്ട് മാറുന്നു. ചിലപ്പോൾ ഈ വാക്കുകൾ നിങ്ങൾക്ക് പുതിയതായിരിക്കും. ഗ്രാവിറ്റോപ്പിക് എന്ന് വെച്ചാൽ വെളിച്ചത്തിന് എതിരെയും ഗ്രാവിറ്റിക്ക് അനുകൂലമായിട്ടും വളരുന്നു എന്നുള്ളതാണ്. അതായത് ഒരു മരത്തിൻ്റെ റൂട്ട് ഗ്രാവിറ്റോപ്പിക്കാണ്. അത് മരം മുകളിലേക്ക് വളരുന്നതിന് മുമ്പ് തന്നെ താഴേക്ക് വളർന്നു തുടങ്ങുന്നു. വേരുകൾക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മണ്ണിൽ നടന്ന വിത്ത് വളരുന്നത് തന്നെ വലിയൊരു പോരാട്ടത്തിലൂടെയാണ്. താഴേക്ക് വളരുന്ന വേരിന് വിത്തിൽ നിന്നും പുറത്തു വരുന്നത് മുതൽ സ്വന്തം വേരുകളെ ഭൂമിയുടെ ആഴങ്ങളിലേക്ക് വളർത്തിവിടുന്നത് വരെയും ഒരുപാട് തടസ്സങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഓരോ തടസ്സവും മറികടന്നാണ് അത് സ്വയം മുളച്ച് വേരുകളെ വളരെ കഷ്ടപ്പെട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിടുന്നത്. എന്നാൽ അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഭാഗം, അതായത് മരത്തിൻ്റെ തൈ അല്ലെങ്കിൽ മുളയ്ക്ക് പുറത്തേക്ക് വരാനുള്ള കഷ്ടപ്പാട് മാത്രമേ ഉള്ളൂ. പിന്നീടത് തടസ്സങ്ങളൊന്നും തന്നെ നേരിടുന്നില്ല. അതിന് വെളിച്ചം കിട്ടുന്ന സ്ഥലത്തേക്ക് അത് വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഒരു മരം ഒരേ സമയം രണ്ട് ദിശയിലേക്കാണ് വളരുന്നത്. മരത്തിൻ്റെ ഈ വളർച്ചയും നമ്മുടെ ജീവിതവും തമ്മിൽ ചെറിയൊരു റിസംബ്ലൻസ് ഉണ്ട്. മരത്തിൻ്റെ വേരുകൾ ഭൂമിയുടെ ഇരുട്ടിൽ വായുവും വെളിച്ചവും ഒന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിൽ തൻ്റെ വേരുകൾ വളരെ കഷ്ടപ്പെട്ട് ഉള്ളിലേക്ക് ഇറക്കിയാണ് മരത്തിനെ ശക്തിപ്പെടുത്തുന്നത്. ആ വേരുകളാണ് മുകളിൽ കാണുന്ന ഭംഗിയുള്ള മരത്തിന് കാരണമാകുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതവും നമ്മളുടെ കഷ്ടപ്പാടുകളിൽ അതിനെ അതിജീവിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നീട് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയങ്ങളായിട്ട് മാറുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, പഠനം എന്നത് പലർക്കും വളരെ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. എന്നാൽ അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ കുറച്ച് കഷ്ടപ്പെട്ടാലും ആ പഠനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിജയത്തിന് കാരണമാകുന്നു. എല്ലാവരും കാണുന്നത് ഒരു മരത്തിൻ്റെ മുകൾ ഭാഗം മാത്രമാണ്. എന്നാൽ ആ മരത്തിനെ അങ്ങനെ നിലനിർത്താൻ അതിൻ്റെ വേരുകൾ എത്രമാത്രം കഷ്ടപ്പെട്ടു എന്ന് ആരും ചിന്തിക്കാറില്ല. അതുപോലെ തന്നെ നമ്മുടെ പുറമേയുള്ള അല്ലെങ്കിൽ ആളുകൾക്ക് നമ്മളെക്കുറിച്ച് മാത്രം അറിയുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം വെച്ചാണ് അവർ നമ്മളെ വിലയിരുത്തുന്നത്. എന്നാൽ ഈ കാണുന്ന നിലയിലേക്ക് എത്താൻ നമ്മൾ എന്തൊക്കെ തരണം ചെയ്തു, എന്തൊക്കെ കഷ്ടപ്പെട്ടു എന്നതിനെക്കുറിച്ചൊന്നും ആരും ചിന്തിക്കാറില്ല. എല്ലാവരും ആഗ്രഹിക്കുന്നത് മരത്തിൻ്റെ മുകൾ ഭാഗത്തേക്കുള്ള വളർച്ച പോലെ ജീവിതത്തിൻ്റെ ഉന്നതങ്ങളിൽ എത്തണമെന്നാണ്. എന്നാൽ അതേ മരം താഴേക്ക് പോകാൻ തയ്യാറായില്ലെങ്കിൽ അതിന് മുകളിലേക്ക് ആ വളർച്ച ഉണ്ടാകില്ലെന്നാരും ചിന്തിക്കാറില്ല. അതുകൊണ്ട് തന്നെ മുകളിലേക്കുള്ള വളർച്ച നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്പം കഷ്ടപ്പെടാനും ഒരുപാട് താഴേക്ക് പോകാനും നിങ്ങൾ തയ്യാറാകണം. സോ ബി ലൈക്ക് എ ട്രീ. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.